ഡാർട്ട് ത്രോയിങ് പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലം പറയുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് വെറും ഒരു പ്രോബ്ലമായിട്ട് മാത്രം കാണല്ല. അതായത് ഇതിന്റെ അകത്തൂടെ കുറേ സാധനം കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറയാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വിഷ്വൽസ് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റെലവൻസ് എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് വേറൊന്നുമില്ല, ഒരു ഡാർട്ട് ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇത് ഡാർട്ട് ബോർഡ് പുറയിലാണെങ്കിൽ ആൾ ഇച്ചിരി മുന്നോട്ട് മാറി ഈ റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ ഇവിടുന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഡാർട്ട് ബോർഡിൽ നിന്ന് മാറി ഇച്ചിരി മുന്നോട്ട്. ഓക്കെ, ഇനി ഒരാൾ ഡാർട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഈ ആളുടെ ദേഹത്ത് ഡാർട്ട് ചെന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കാരണം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പ്രോബബിലിറ്റി എന്താണ്, വെയിറ്റ് ഫാക്ടർ എന്താണെന്നൊക്കെ ഉള്ളത് ഇന്റഗ്രേഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെ നമ്മൾ ഇവിടെയും പറയാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങളുടെ കുറെ കോൺസെപ്റ്റിൽ കൂടെ കൊണ്ടുപോകും. അതായത് നമ്മുടെ ഗോസിയൻ കർവ് എന്ന് കേട്ടോ, നമ്മുടെ ബെൽ കർവ്, പ്രോബബിലിറ്റിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് പ്രോബബിലിറ്റിയെ ഞാൻ ഭീകരമായിട്ട് പൊളിച്ച് എഴുതുമെന്ന് പറയില്ല, പ്രോബബിലിറ്റിയുടെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമുണ്ട് കുറച്ച് ആൾക്കാർക്ക്. അപ്പം ആ ഒരു പ്രശ്നം, അതായത് എല്ലാവർക്കും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൊയിൻ എറിഞ്ഞ് ഹെഡും ടെയിലും മാത്രം കിട്ടുമെന്നോ, അല്ല ഇവൻ ടു ഒക്കർ, അത് ശരിയാണ്, ഇവൻ ടു ഒക്കർ ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട്. എല്ലാവർക്കും പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ കൊയിൻ എറിഞ്ഞു കിട്ടുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്നൊക്കെയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഈ ആളുടെ ദേഹത്ത് വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുക, ഈ ആളുടെ ദേഹത്തല്ല, ഈ ഡാർട്ട് ബോർഡിൽ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താ? കാരണം ഈ ബോർഡിൽ മിസ്സായ പിന്നെ ഇയാളുടെ ദേഹത്ത് കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. കാരണം ബോഡി മിസ്സായില്ലെങ്കിൽ ബോഡി വന്ന് കൊണ്ടാൽ പിന്നെ ഇയാളുടെ ദേഹത്ത് കൊള്ളത്തില്ലല്ലോ. അപ്പൊ ഈ ഡാർട്ട് ബോർഡിൽ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എന്തിനാന്ന് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഈ ഡാർട്ട് ബോർഡിൽ വന്ന് നമ്മുടെ ഡാർട്ട് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വേണം. പക്ഷെ എന്താണ് ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഈ ഡാർട്ട് ബോർഡ് എടുക്കുമ്പോൾ എല്ലാവരും എയിം ചെയ്യുന്നുണ്ട് ഈ എക്സാക്ട് സെന്റർ അല്ലേ. ഓക്കെ, നമുക്ക് ഈ ഡാർട്ട് ബോർഡിനെ ഇച്ചിരി കളർഫുൾ ആയി കാണിച്ചു തരാം. ആണ്ടേ, ഇതാണ് നമ്മുടെ ഡാർട്ട് ബോർഡ്. ഡാർട്ട് ബോർഡിൽ എല്ലാവരും എവിടെ ആയിരിക്കും എയിം ചെയ്യുക? ഇതാ ഈ സെന്ററിൽ ഇവിടെ ആയിരിക്കും എയിം ചെയ്യുക. എല്ലാവർക്കും അറിയാവേ. ഞാനൊരു കാര്യം ചെയ്യാം, ഡാർട്ട് എടുത്തറിയാം. ഓ, അതിവിടെ വന്നുകൊണ്ട്. ഇനി ഞാൻ ചോദിക്കാം, ഞാൻ ഈ എറിഞ്ഞ ഡാർട്ട് എക്സാക്ട്ലി ഈ പോയിന്റിൽ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, എക്സാക്ട്ലി ഈ പോയിന്റിൽ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ഞാൻ ചോദിക്കുക. എളുപ്പം പറയാൻ പറ്റും ആർക്കെങ്കിലും? അല്ല, ഞാൻ വേറെ രണ്ട് എക്സാമ്പിൾ എടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറയും, ഒരു കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്യുക. ആ കോയിനിൽ എനിക്ക് ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/2. ടെയിൽസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. അതിലൊരു ഡൈസ് എടുത്ത് റോൾ ചെയ്യുക. അപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് ഫേസ് 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/6. അല്ലെങ്കിൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/6. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. കാരണം എന്താ, കോയിന്റെ കേസിൽ 2 ഔട്ട്കമേ ഉള്ളൂ, ഡൈസിന്റെ കേസിൽ 6 ഔട്ട്കമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സുഖത്തെ പറയാം, ഇത് രണ്ടിൽ ഏതേലും ഒന്നായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഈ ഡാർട്ട് ബോർഡിൽ ഓക്കെ വന്ന് ഈ ഡാർട്ട് ഈ സ്പെസിഫിക് പോയിന്റിൽ കുത്താനുള്ള പ്രോബബിലിറ്റി എന്താ? ഇവിടാണ് ഒരു പ്രശ്നം. അതായത് ഈ കൊയിനും ഡൈസും എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അവർ കണ്ടിന്യൂസ് വാല്യൂസ് അല്ല, അവർ ഡിസ്ക്രീറ്റ് വാല്യൂസ്. മനസ്സിലായില്ല? അതായത് 2 വാല്യൂസേ ഉള്ളു, നമുക്കറിയാം അതായിരിക്കും ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ ഡൈസിന്റെ കേസിൽ 6 വാല്യൂസേ ഉള്ളു, നമുക്കറിയാം അത് ഡിസ്ക്രീറ്റ് ആണ്. പക്ഷെ ഇതല്ല, ഇതൊരു കണ്ടിന്യൂസ് വാല്യൂ. ഈ ബോർഡ് കണ്ടില്ലേ, ഈ ബോർഡ് ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചർ ആണ്, കണ്ടില്ലേ? ഓക്കെ, ഈ കണ്ടിന്യൂസ് ബോർഡിലെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ തൊട്ടായിരിക്കും ഇനി പലർക്കും കൺഫ്യൂഷൻ തരാൻ പോകുന്നത് എന്താണ് ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ളത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇത് അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താന്ന് പറയാം. എല്ലാവരും എങ്ങോട്ടായിരിക്കും എറിയാറ് ഈ ഡാർട്ട് ബോർഡിൽ? യൂഷ്വലി ഈ ബുൾസൈയിലോട്ട്. സോ എയിം എപ്പോഴും ഇവിടെ ആൾക്കാരുടെ ഇതിലോട്ട് അല്ലേ, എറിയുന്നത് ഇങ്ങോട്ട്. കൊള്ളുകയോ കൊള്ളാതിരിക്കുക വ്യത്യാസം. എന്താണ്ട് ഇപ്പൊ ഞാൻ ഡാർട്ട് എറിഞ്ഞാണ്ടേ പല പല ഭാഗത്തായിരിക്കും വന്ന് കൊള്ളുന്നത്. അവിടെ വന്ന് കൊള്ളുന്ന കുറവായിരിക്കും, അല്ല അതിനടുത്ത് വന്ന് കൊള്ളുന്ന കുറവായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒരുപാട് ഡാർട്ട് എറിഞ്ഞാൽ വേണ്ട ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ വന്ന് കൊള്ളാനുള്ള സാധ്യത നല്ല കൂടുതലായിരിക്കും.
സോ എല്ലാരും എയിം ചെയ്യുന്ന ഇങ്ങോട്ടാ. കൊള്ളിയോ കൊള്ളാതിരിക്കുക, ആളുടെ എയിമും എറിയുന്ന സമയത്തുണ്ടാകും ചിലപ്പോൾ വിൻഡിന്റെ സ്പീഡും എല്ലാം അനുസരിച്ചിരിക്കും. ഓക്കെ, അത്രയും മാത്രം അറിയാമല്ലോ. അപ്പം ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ എറിയുന്ന കൊള്ളാനുള്ള പ്രോബബിലിറ്റി മാറാൻ സാധ്യതയുണ്ടോ? മനസ്സിലായി? എറിയുന്ന കൊള്ളാൻ, ഈ ബുൾസൈയിൽ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി മാറുമോ? അതായത് ഒരു കോയിൻ നിങ്ങൾ എവിടെ വെച്ചെറിഞ്ഞാലും അതിന് ഹെഡ്സ് കിട്ടാനോ ടെയിൽസ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 നമുക്കെല്ലാം അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുക, ഈ ഡാർട്ട് ബോർഡിൽ തന്നെ ഒരു സ്പെസിഫിക് പോയിന്റിൽ, അല്ലെ ഈ ബുൾസൈയിൽ തന്നെ, നമ്മുടെ ബുൾസൈ എന്ന് വിളിക്കുന്ന ഈ പാർട്ടാണ് ഈ നടുക്കത്തെ ബുൾസൈയിൽ തന്നെ ഡാർട്ട് വന്ന് കൊള്ളാനുള്ള പ്രോബിലിറ്റി എല്ലാ കേസിലും സെയിം ആയിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കുമോ? എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ചിലർ പറയാം ചിലർക്ക് എയിം വ്യത്യാസമല്ലേ, അങ്ങനെയല്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ബോർഡിൽ ഈ സെന്റർ പോയിന്റിൽ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എല്ലായിടത്തും സെയിം ആയിരിക്കുമോ? എന്നാൽ ഞാൻ പറയുന്നു അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ് ഒരു പ്രശ്നം. എന്താ ഞാൻ പറയട്ടെ? അതായത് ഞാൻ വളരെ ചെറിയൊരു ബോർഡ് എടുത്തുകൊണ്ട് വന്നേക്കും, ഒരു ഡാർട്ട് ബോർഡ്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആണ് നോക്ക്. നിങ്ങളും നിങ്ങളുടെ എടുത്തുന്ന ഡാർട്ട് ബോർഡിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് നോക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ ചെറിയൊരു ഡാർട്ട് ബോർഡ് എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഞാൻ പറയുന്നത് എക്സാക്ട് ഈ സെന്ററിൽ എറിയാൻ ഇച്ചിരി പാടായിരിക്കും അല്ലേ ഡാർട്ട് എറിയാൻ? എന്നറിയാം. കാരണം വളരെ ചെറിയൊരു പോയിന്റ് അതിലെ ബുൾസൈ തന്നെ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ, ടഫാ. അപ്പൊ എന്താ, പ്രോബബിലിറ്റി കുറവായിരിക്കും അല്ലേ നടുക്ക് കൊള്ളിക്കാൻ, അല്ലേ? ഏകദേശം പറഞ്ഞു തരാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വളരെ വലിയൊരു ഡാർട്ട് ബോർഡ് കൊണ്ടുവരിക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെക്കാട്ടി വലുതായിരിക്കും ഡാർട്ട് ബോർഡ്. നിങ്ങൾ അതേ എക്സാക്ട് സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഇനി ഞാൻ പറയും ഈ ബുൾസൈയിൽ എടുത്തെറിയാൻ എളുപ്പമായിരിക്കും അല്ലേ? കാരണം എന്താ, ഇപ്പൊ ഇവിടെ വലിയൊരു സർഫസ് ഏരിയ ഉണ്ട്. സോ ഇവിടെ വന്ന് കൊള്ളിച്ചാൽ പോരെ. അപ്പം ഇത് ഈ ഡാർട്ട് കൊള്ളിക്ക് എളുപ്പമായിരിക്കും. അല്ല ഞാൻ ഇതിന്റെ സൈസ് കൂട്ടിയ കണ്ടേ, നേരത്തെ കേസിലെ ഡാർട്ട് ബോർഡിന്റെ വലിപ്പം ഉണ്ട് ഇപ്പൊ ഈ കാണുന്ന ബുൾസൈക്ക്. അപ്പൊ ഇത് എറിഞ്ഞ് കൊള്ളിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. ഉന്നമില്ലാത്ത ഒരുത്തനാണേലും കൊള്ളിക്കാം, അല്ലെ? അപ്പൊ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ആ ഒരു വ്യത്യാസം മനസ്സിലായി? പ്രോബബിലിറ്റി മാറുന്ന തന്നെ കണ്ടോ? ബോർഡ് ചെറുതായപ്പോഴും ബോർഡ് വലുതായപ്പോഴും. അതുപോലെ ഇനി ഞാനും ഡാർട്ട് ബോർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുക. ഓക്കെ, ഇനി ചിന്തിക്കേണ്ടത് നമ്മളും ഡാർട്ട് ബോർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റുക എന്നല്ല, സൈസ് കുറയുക എന്നല്ല. ഞാൻ ഡാർട്ട് ബോർഡിൽ നിന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ ഡാർട്ട് ബോർഡ് അങ്ങ് ദൂരെയോ, സെയിം സൈസ് ഉള്ള ഡാർട്ട് ബോർഡ്, ഓക്കെ, ദൂരെയോ, ഞാൻ ദൂരെ നിന്നിട്ട് ഈ നടുക്ക് വന്ന് എറിഞ്ഞു കൊള്ളിക്കാൻ പറഞ്ഞാൽ എളുപ്പമായിരിക്കുമോ? അല്ലല്ല, മാറും അല്ലേ? കാരണം പാടായിരിക്കും, നല്ല ദൂരമില്ലേ? ഗ്രാവിറ്റി ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ഇത് ഇച്ചിരി പൊക്കിയൊക്കെ എറിഞ്ഞാലേ, അല്ലെ ഇത്ര സ്പീഡിൽ എറിഞ്ഞാലേ കൊള്ളൂ എന്നൊക്കെ ഇച്ചിരി പ്രോ ആയിരിക്കണം നടുക്ക് തന്നെ കൊള്ളിക്കണമെങ്കിൽ, അല്ലെ ചക്കയിട്ട് മുതൽ ചാവണം. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ എന്താ, പാടായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, അതേ സെയിം സൈസുള്ള ഡാർട്ട് ബോർഡ് വളരെ അടുത്ത് നിൽക്കുക, ഡാർട്ട് ബോർഡിന്റെ തൊട്ട് മുന്നിൽ ചെന്ന് നിൽക്കുക, എന്നിട്ട് ഇനി ബുൾസൈ കൊള്ളിക്കാൻ പറഞ്ഞാലോ എളുപ്പമായിരിക്കും അല്ലേ? ഞാൻ ഡാർട്ട് ബോർഡിന് തൊട്ട് മുന്നിലല്ലേ, എനിക്കിത് ജസ്റ്റ് ടക്കേന്നൊന്ന് കൊള്ളിച്ചാൽ പോരെ, തൊട്ട് ഫ്രണ്ടിലല്ലേ, എനിക്ക് വേണേൽ എറിയേണ്ടത് പോലും എന്നെടുത്ത് കുത്തിയാൽ മതി. അപ്പൊ എന്താ, ഏത് വലിയ ഉന്നമില്ലാത്ത ഒരാൾക്ക് സുഖത്തെ കൊള്ളിക്കുക, എന്നിട്ട് കൊള്ളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയില്ല. ഓക്കെ, അപ്പൊ പറ്റുവേ? അത്രയും മനസ്സിലായേ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കിയത്? ആക്ച്വലി ഡാർട്ട് കൊള്ളിക്കാനുള്ള പ്രോബബിലിറ്റി മാറും. എങ്ങനെ? ബോർഡിന്റെ വലിപ്പം അനുസരിച്ചും ബോർഡിലോട്ടുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചും. പക്ഷേ ഞാൻ പറയും, എനിക്ക് അങ്ങനെ മാറുന്ന സാധനമല്ല വേണ്ടുന്നത്. എനിക്ക് സംതിങ് ഐ നീഡ് ടു ബി സ്റ്റേബിൾ ദർ. ഓക്കെ, പ്രോബബിലിറ്റി മാറിക്കോട്ടെ, ഓക്കെ, ഇറ്റ്സ് ഒബ്വിയസ്, അത് മാറും നമുക്കറിയാം. പക്ഷെ നമുക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതായത് മറ്റേ നമ്മുടെ ഡിസ്ക്രീറ്റ് വാല്യൂ വന്നതിലോട്ട് കോയിൻ എറിഞ്ഞാൽ നമുക്ക് അന്റാർട്ടിക്കയിൽ പോയി കോയിൻ എറിഞ്ഞാലും മരുഭൂമി പോയി കോയിൻ എറിഞ്ഞാലും ഞാൻ എൻ്റെ കോയിൻ എടുത്ത് ദൂരെ എറിഞ്ഞാലും എൻ്റെ കൈ തന്നെ എടുത്തിട്ടാലും ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റിയോ ടെയിൽസ് കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 1/2 ആയിരിക്കും. ഡൈസിന്റെ കേസ് സെയിം തന്നെ. പക്ഷെ അതുപോലെ ഒരു സ്റ്റേബിൾ സാധനം നമുക്ക് ഈ കണ്ടിന്യൂസി കിട്ടത്തില്ല, നമുക്ക് കണ്ടിന്യൂസിൽ വേണം. സോ അവിടാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. സെയിം ബോഡി തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് റീസെറ്റ് ചെയ്യാം. നമ്മുടെ ബോഡിനെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തുടങ്ങാൻ പോവാം. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. പ്രോബബിലിറ്റി ഡെൻസിറ്റിയും വ്യത്യാസമുണ്ട്. പലർക്കും കൺഫ്യൂഷൻ ആയിപ്പോ, പലർക്കും പ്രാന്തെടുത്തു. എനിക്കിത് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ തല തെറിച്ചു പോയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നാണ് എനിക്കൊരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത്. സോ അത് നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്റെ കുറെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്.
സോ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താന്ന് തുടങ്ങാം. അത് പറയാൻ നമുക്ക് ഒരു സാമാന്യം തരക്കേടില്ലാത്ത ഇത്രയും വലിപ്പമുള്ള ഡാർട്ട് ബോർഡ് എടുക്കാം. അതായത് ഇത്രയും വലിപ്പം എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുപാട് ചെറുതല്ല, അന്ന് ഒരുപാട് വലുതുമല്ല. നമ്മൾ യൂഷ്വലി കാണാറുള്ള സൈസിലുള്ള ഡാർട്ട് ബോർഡ്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള, നമുക്ക് എറിഞ്ഞ് കൊള്ളിക്കാൻ പറ്റിയ ഒരു ഡാർട്ട് ബോർഡ്. ഓക്കെ, ഇനിയുള്ള കേസ് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ പ്രോ ആൾക്കാർ കാണും. അതായത് ഡാർട്ട് ബോർഡ് കറക്റ്റ് എറിഞ്ഞ് ബുൾസൈ കൊള്ളിക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ചിലപ്പം എറിയാൻ അറിയാത്തവരെ കാണും, തീരെ ഉന്നമില്ലാത്തവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാർട്ട് ബോർഡിൽ തന്നെ എറിഞ്ഞ് പരീക്ഷിച്ചിട്ടുള്ളവർ കാണും. ഡാർട്ട് ബോർഡിൽ പ്രോകൾ കാണും, അല്ലെങ്കിൽ ഡാർട്ട് ബോർഡ് അല്ലേ പോലും ഒരു സ്ഥലത്ത് ഉന്നം വെച്ച് അവിടെ എറിഞ്ഞ് കൊള്ളിക്കാൻ നല്ല കഴിവുള്ളവർ കാണും. പ്രോകൾ കാണാം, അമേച്ചേഴ്സ് കാണാം, ബിഗിനേഴ്സ് കാണാം, ന്യൂബീസ് കാണാം. അറിയാലോ, നമ്മുടെ കൂട്ടത്തിൽ പലതരം ആൾക്കാർ കാണും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ആവശ്യം എന്താ? നമ്മുടെ ഡാർട്ട് ബോർഡിൽ എറിയാന്നുള്ളത് എവിടെ? ഈ ബുൾസൈയില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഇങ്ങോട്ടായിരിക്കും ഉന്നം വെക്കാറ്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഇങ്ങോട്ടായിരിക്കും എറിയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ഈ ബുൾസൈറ്റ് കൊള്ളാം, ഇവിടെ കൊള്ളാം, ഇവിടെ കൊള്ളാം, ഇവിടെ കൊള്ളാം. അത്യാവശ്യം തരക്കേടില്ലാതെ വലിപ്പമുള്ളൊരു ബോർഡായിട്ട് നമ്മളെല്ലാം ഇവിടെ ഉന്നം വെച്ചാൽ ഇവിടെ അല്ലേ അറ്റ്ലീസ്റ്റ് അത്ര ന്യൂബി ആണെങ്കിൽ, അതായത് ബിഗിനർ, ന്യൂബിന്ന് ഉദ്ദേശിച്ച ബിഗിനർ, അമേച്ചർ ആയിട്ടുള്ള ആളാണെങ്കിലോ ഇവിടെ ഒക്കെ ആയിരിക്കും വന്ന് കൊള്ളുന്നത്. സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മളെല്ലാവരും ഉന്നം വെക്കുന്ന ഇങ്ങോട്ടാണ്. ഓക്കെ, എല്ലാവരുടെ ഉന്നം ഇങ്ങോട്ടാണ്. ഇനി ഒരു കാര്യം പറയാം. നമ്മളിതാ ഈ ഡാർട്ട് ബോർഡ് എടുത്ത്, ഓക്കെ, ഈ ഡാർട്ട് ബോർഡിന്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു പോട്ടോ എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടെന്ന് നോക്ക്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഡാർട്ട് ബോർഡിനെ എറിയുമ്പം നമ്മുടെ എയിം ഇങ്ങോട്ടാ. അപ്പൊ നമ്മൾ എറിഞ്ഞു, നമ്മളിപ്പോൾ പ്രോ ആയിരിക്കാം, ബിഗിനർ ആയിരിക്കാം, നമ്മൾ എറിയുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഒരിക്കലും എറിയുന്ന സാധനം ഈ ഡാർട്ട് ബോർഡിൽ വന്ന് കൊള്ളാതെ ഇവിടെ ഇരിക്കുന്ന സാധനത്തിൽ വന്ന് കൊള്ളത്തില്ല. അല്ല, അതിന്റെ കാര്യം എന്താ? നമ്മൾ ഉന്നം വെക്കുന്ന ഈ ഡാർട്ട് ബോർഡില്ല. മനസ്സിലായോ? അല്ല, നമ്മൾ ഈ ഉന്നം വെക്കുന്ന ഈ കാണുന്ന സൈഡിൽ ഇരിക്കുന്ന പോട്ടിലല്ല, നമ്മൾ ഉന്നം വെക്കുന്ന നമ്മുടെ ഈ ഡാർട്ട് ബോർഡില്ല. സോ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇവിടെ കൊണ്ടില്ലേലും, കാരണം ഇവിടെ നമ്മൾ ഉന്നം വെക്കുന്നത്, ഇവിടെ കൊണ്ടില്ലേലും ഇവിടെ എവിടെയെങ്കിലും വന്ന് കൊള്ളും. അല്ലാതെ അത് മാറിപ്പോയി ഇവിടെ കൊള്ളത്തില്ല. മനസ്സിലായോ? കാരണം നമ്മൾ ഉന്നം വെക്കുന്ന ഇവിടെ. അപ്പൊ എന്നോട് ചോദിച്ചാൽ പ്രോബബിലിറ്റി എവിടെ കൊള്ളാൻ സാധ്യത കൂടുതൽ? ഈ ഡാർട്ട് ബോർഡിൽ തന്നെ. കാരണം അതിന്റെ മെയിൻ കാരണം എന്താ? നമ്മൾ ഉന്നം വെക്കുന്നത് ഈ ഡാർട്ട് ബോർഡില്ല. മനസ്സിലായോ? അതായത് നമ്മുടെ എയിം ആ ഡാർട്ട് ബോർഡിൽ, നമ്മൾ എറിയുന്നതേ ആ ഡാർട്ട് ബോർഡിലോട്ടാ. സോ ഈ ഡാർട്ട് ബോർഡിലായിരിക്കും വന്ന് കൊള്ളാനുള്ള ചാൻസ്. എന്തിന്? ഇവിടെ ഇരിക്കുന്ന ആ ഒരു എന്തെങ്കിലും സാധനം അതിനെക്കാട്ടിലും കൂടുതൽ. അത് മനസ്സിലായോ? അതിന്റെ കാരണം എന്താ? നമ്മുടെ എയിം ഇങ്ങോട്ടാണ്. ഇനി ഞാൻ സെയിം കോൺസെപ്റ്റ്, ഓക്കെ, ആ പോട്ടും എല്ലാം എടുത്ത് മാറ്റി നമ്മുടെ ഡാർട്ട് ബോർഡ് എടുത്ത് ഈ ഡാർട്ട് ബോർഡിൽ ചോദിക്കുക. ഈ ഡാർട്ട് ബോർഡിൽ എല്ലാവരുടെ ആവശ്യം എന്താ? ഈ ബുൾസൈയിൽ എറിയാന്ന. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും എയിം എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? അതായത് ഇവിടോട്ടല്ലേ നമ്മളെല്ലാം എറിയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ബുൾസൈയില്, അതായത് നമ്മുടെ എല്ലാവരുടെ എയിം അല്ലെ ഉന്നം അല്ലെ ലക്ഷ്യം ഇവിടെ കൊള്ളിക്കാൻ. ഓക്കെ, കൊള്ളാതിരിക്കുക അത് നിങ്ങൾ വിട്. ഇവിടെ നമ്മളെല്ലാവരും ഉന്നം വെച്ചാൽ ഇവിടെ വന്ന് കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊള്ളാതിരിക്കുക അത് വിട്. ആ ഒരു കേസ് നിങ്ങൾ വിട്. അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും എയിം, ഓക്കെ, നമ്മളെല്ലാവരും എറിഞ്ഞ് കൊള്ളിക്കാൻ നോക്കുന്ന ഇവിടെ ഈ പോയിന്റിലല്ലേ? ഓക്കെ, ആ ഒരു ലോജിക്ക് മനസ്സിലാണ്. കാരണം ഇതാണ് നമ്മുടെ കീ കോൺസെപ്റ്റ്. മനസ്സിലായി? നമ്മുടെ എല്ലാവരുടെയും ഉന്നം ഇങ്ങോട്ടാ. ഒരിക്കലും ചിന്തിക്കില്ല ഉന്നം ഇങ്ങോട്ട് വെച്ചാൽ ഇവിടെ തന്നെ കൊള്ളണോ ഇല്ലല്ലോ, ഞാൻ പ്രോ ഒന്നും അല്ലല്ലോ, ഇവിടെയൊക്കെ ആവാം. അത് വിട്. അതല്ല നമ്മൾ പറയുന്നത്. കൊള്ളാതിരിക്കുക അത് വിട്. നമ്മുടെ എല്ലാവരുടെയും എയിം ഇങ്ങോട്ടാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? 1000 ഡാർട്ട് എറിഞ്ഞെന്ന് വെച്ചോ. 1000 ഡാർട്ട് ഞാനങ്ങ് എടുത്ത് എറിഞ്ഞ് എന്താ ഇതിൻ്റെ അകത്തോട്ട് സംഭവിക്കാൻ പോകുന്നത്? ബേസിക്കലി അതാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1000 ഡാർട്ട് എറിഞ്ഞ് എന്ത് സംഭവിക്കുന്നു, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യും? ഓരോ ഡാർട്ടുകളായിട്ട് എറിയാം. അപ്പോൾ ഓരോ ഡാർട്ടുകളായിട്ട് എറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും എയിം ഇങ്ങോട്ടാ. അതായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെ എയിം ഇങ്ങോട്ടാ. നമ്മൾ എറിഞ്ഞ് കൊള്ളിക്കാൻ നോക്കുന്ന ഇങ്ങോട്ടാ. കൊള്ളാതിരിക്കുക. കാരണം നമ്മളാരും പ്രോകളോ അല്ലെങ്കിൽ ഒന്നും അല്ല. അല്ലെങ്കിൽ ചിലപ്പം എറിയാൻ പോകുന്ന സമയത്ത് പ്രോ ആണെങ്കിൽ പോലും കൈ ചെറുതായിട്ടൊന്ന് മടങ്ങിയാലോ തിന്നിയാലോ മതി, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്ന് കൊള്ളാം. അല്ലേ നമ്മൾ എറിയുന്ന സമയത്ത് നല്ലൊരു കാറ്റ് വീശിയെന്ന് വെച്ചോ, അത് വന്ന് ഇവിടെ എവിടെയെങ്കിലും മാറിക്കൊള്ളിക്കാം. ഓക്കെ, കാരണം അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പൊ എന്താ പറ്റും? നമ്മൾ എറിഞ്ഞ എവിടെയോ കൊള്ളുക. മനസ്സിലായി? പക്ഷേങ്കിൽ നമ്മുടെ എയിം ഇങ്ങോട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊള്ളാൻ സാധ്യത ഒന്നെങ്കിൽ ഇവിടോ
അത്ര ഉന്നം കറക്റ്റ് ആണ് ഇവിടോ അല്ല ഇവിടോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? അല്ലാതെ വെളിയിലൊന്നും പോകത്തില്ലല്ലോ. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ. അത്യാവശ്യം തരക്കേടില്ലാത്ത വലിപ്പമുള്ള ഒരു ബോർഡ് കൊണ്ടുകൊണ്ട് നമ്മളോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരത്ത് നിന്ന് എറിയാൻ പറഞ്ഞാൽ നമ്മൾ ഈ നടുക്ക് തന്നെ ഉന്നം വെക്കുന്നെങ്കിലും ഒന്നെങ്കിൽ ചുറ്റും എവിടെയെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല വെളിയിൽ എറിഞ്ഞു പിടിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ.